Good morning. How are you? ഇന്നെല്ലാം രാവിലെ ഡള്ളായിട്ടിരിക്കുന്ന ഫേസ് ഒക്കെ ഒരു ഉഷാറില്ലാത്ത. ഓക്കെ, നമുക്കൊരു വാമപ്പായാലോ? ഓക്കെ, ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. റെഡി? മിസ് കാണിക്കുന്നോ അല്ല കാണിക്കണം എന്നിട്ടോ. ഓക്കെ, നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ഡാൻസ് ഒക്കെ കളിച്ചൊന്ന് വാമപ്പ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? എല്ലാവരും എഴുന്നേറ്റിരിക്കുമല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. What is that? What is that? What is that on your bag? It's my school bag. It's my school bag. What do you have? What do you have? What do you have in your school bag? I have a book, a pencil, and snake. That's all. That's all. Snake ഒന്നുമില്ല. Okay. All of you sit down. എല്ലാവരും ഉഷാറായില്ലേ? Let's start. Okay. Then tell me, what did you learn in the previous classes about organs? Like, what is that? We can see with our eyes and we can hear with our ears. Very good. Then we can smell with our nose. We can taste with our tongue. Very good. And these are our sense organs. അല്ലേ? നമ്മുടെ 5 sense organs കൂടിയാണത് നമ്മുടെ. ഏതൊക്കെയാ? Eyes, ears, nose, tongue, hand or skin. These are our 5 sense organs. Right? Okay. How do you see these things? Which body part helps you to see the items? Yes, eyes. Very good. Then how do you hear? We can hear with our ears. Very good. Then how do you smell? How do you get the smell of any item? Nose. Right? With our nose we can smell. Very good. Then how do you taste the food? Wow, tongue. Our tongue helps us to taste food. Right? Then നമ്മൾ സ്മെല്ലിനും ടേസ്റ്റിനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. സ്മെല്ല് ഏതൊക്കെ സ്മെല്ല് നമ്മൾ പറഞ്ഞായിരുന്നു? യു റൈറ്റ്. റോസ് ഫ്ലവറിന്റെ സ്മെൽ എന്താ? പ്ലസന്റ് ആണോ അൺപ്ലസന്റ് ആണോ? Pleasant. Very good. Then next, what is that? The smell of garlic? Unpleasant. That's a strong smell also. Pungent smell. Right? And we learned about that different taste also. What is the taste of laddu? Is it sweet or bitter? Sweet. Wow. Then what is the taste of bitter gourd? Vegetable aanale? Yes, bitter. Very good. Then what is the taste of salt? Salty. Salty aanale? Salty biscuit. Salt biscuit ഒക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. Salty biscuits. Okay, that is salty. Then what is the taste of lemon? Yeah, so okay, that are 4 tastes also we learn. Then next we are going to study about the last sense is skin or hand. That means the things, the way of feeling. When we touch any item, how do we feel? That is that touch sense. That means it different about that different textures. Taste, sweet, bitter
ബിറ്റർ അങ്ങനെയൊക്കെ നമ്മൾ കുറേ ടേസ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതിനും നമുക്ക് കുറച്ച് ഇതൊക്കെ പറയും. അതായത് നമ്മൾ ചിലതൊക്കെ പിടിച്ചിട്ട് വരും, ഓ എന്തും ഇതായിട്ടായിരിക്കുന്നത്, കിരിക്കിരാന്നിരിക്കും അല്ലേ, പിടിക്കാൻ ഒരു സുഖമില്ല. അപ്പോൾ നിങ്ങൾ അമ്മേനൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് വന്നാൽ ഹായ് അമ്മേനെ ഹഗ് ചെയ്യുമ്പോൾ എന്ത് സ്മൂത്താ എന്ന് പറയാറുണ്ട് അല്ലേ, നല്ല സുഖം കിട്ടാറുണ്ട് അല്ലേ. സോ അങ്ങനെ നമ്മൾ ഇങ്ങനെ ആ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുന്നതിന് നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ പറയും. സോ that is based on its texture. Okay, what does it feel something when you touch with your fingers or something you hold on your hand. അതായത് കയ്യിൽ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഫിംഗർ വെച്ചൊന്ന് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഫീൽ ചെയ്യുന്ന ആ സെൻസ്, അതിനാണ് നമ്മൾ ആ ടെക്സ്ചറിൻ്റെ ആ ഒരു ഇതിനാണ് പറയുന്നത്. ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ്, സെൻസ് ചെയ്യുന്നതാണ് സ്കിൻ ഓർ ഹാൻഡ് എന്ന് നമ്മൾ പറയുന്നത്, ആ സെൻസ് പറയുന്നത്. സോ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയും അല്ലേ, ഏതൊക്കെയാണെന്ന് വെച്ച് പറഞ്ഞുതരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് അല്ലേ, സോഫ്റ്റ് എന്ന് പറയും. ചില ഐറ്റംസ് നമ്മൾ തൊട്ടിട്ട് ഹായ് നല്ല സോഫ്റ്റാണ്. ഓക്കെ, ചില സാധനങ്ങൾ ഇത് ഹാർഡായിട്ടിരിക്കണം അല്ലേ, ഭയങ്കര ഹാർഡാണല്ലോ, ഇറ്റ്സ് നോട്ട് സോഫ്റ്റ്, ഇറ്റ്സ് എ ഹാർഡ്. അപ്പോൾ സോഫ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഹാർഡ് അല്ലേ. ആ നിന്റെ ഫേസ് എന്ത് നല്ല ഇതാണ് അല്ലേ, ചിലവർ പറയും നിന്റെ ഫേസ് കാണാൻ ഒരു ഇതുമില്ല. അങ്ങനെ ആ ഒരു ഓപ്പോസിറ്റ് മീനിങ് വരുന്ന ഇതാണ് സോഫ്റ്റ്, ഹാർഡ്. ഓക്കെ, ചിലർ പറയും ഹായ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അല്ലേ. നമ്മുടെ വാവയിൽ കിടക്കുന്ന ബ്ലാങ്കറ്റ് അതൊക്കെ നല്ല സോഫ്റ്റാണ് അല്ലേ, സോഫ്റ്റ് ആണെന്ന് പറയും. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു മെറ്റൽ പീസ് അല്ലെങ്കിൽ ഒരു റോക്ക് പീസിലൊക്കെ തച്ചിട്ട് ഭയങ്കര ഹാർഡാണ് അല്ലേ, ഭയങ്കര ഹാർഡായിട്ടിരിക്കും, അതൊന്നും ആവുന്നില്ല, ഇങ്ങനെ എങ്ങനെയോ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇരിക്കണം. ടച്ച് ചെയ്താൽ നമുക്ക് ഒരു ഇതും വരില്ല, സ്മൂത്ത്നെസ് ഒന്നും തോന്നില്ല. സോ അതിന് നമ്മൾ ഹാർഡ് എന്ന് പറയും. അപ്പോൾ സോഫ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഹാർഡ് പറയാം അല്ലേ. ഇനി മിസ് അതിനുള്ള കുറച്ച് തിങ്സ് കാണിച്ചു തരാം കേട്ടോ. സി വാട്ട് ഈസ് ഇറ്റ്, കോട്ടൺ. നിങ്ങൾ ഇതുപോലെ ഒരു കോട്ടൺ എടുക്കുക. ഓക്കെ, കോട്ടൺ എടുത്തിട്ട് നിങ്ങളൊന്ന് പിടിച്ച് നോക്കി. വാട്ട് ഡസ് ഇറ്റ് ഫീൽ? Wow, it's soft. Wow, soft ആയിട്ടുണ്ട്. നിങ്ങൾ കോട്ടൺ ഇതുപോലെ കൈ പിടിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ പെറ്റ് ആനിമൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ക്യാറ്റ് ഉണ്ടോ? ക്യാറ്റിന് അവരുടെ ദേഹത്ത് എന്താ ഉള്ളത്? നമുക്ക് സ്കിന്നുള്ള മാതിരി ആനിമൽസിന്റെ ദേഹത്തുള്ള എന്തത്? ഫർ അല്ലേ. അവരുടെ ബോഡി ഫുൾ കവറേജ് ഫർ വെച്ചിട്ടാണ്, നമ്മുടെ ബോഡി ഫുൾ കവറേജ് സ്കിൻ വെച്ചിട്ടാണ്. നമുക്ക് അവരുടെ ആ ഫറിലിങ്ങനെ തൊട്ടാൽ നമുക്ക് എന്താ തോന്നുക? ഒരു എക്സാമ്പിളിന് വേണ്ടി എടുത്താണ്, ഇത് റിയൽ ആനിമൽ അല്ല കേട്ടോ. റിയൽ ആനിമലിന്റെ ഫറിൽ നിങ്ങളിങ്ങനെ തൊട്ട് നോക്കണം. അപ്പൊ എന്തായിരിക്കും? നല്ല സോഫ്റ്റ് ആയിട്ട് അല്ലേ. ക്യാറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്യാറ്റിനൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യാറുണ്ടല്ലേ, വീട്ടിൽ വളർത്തുന്ന ക്യാറ്റിനെ. അവരുടെ ഇങ്ങനെ വീട്ടിങ്ങനെ തലോടി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് സോഫ്റ്റ്. ഇനി നമ്മളിതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഹാർഡ് അല്ലേ. കാരണം ടെക്സ്ചർ ഫീലിംഗ് ഈസ് ഹാർഡ്. ഹാർഡ് ഇതാ ഒരു ബ്ലോക്കാണ് അല്ലേ, നിങ്ങൾ ബിൽഡിംഗ് ബ്ലോക്ക് കളിക്കുന്നതിൻ്റെ ഒരു ബ്ലോക്ക് പീസാണ്. ഇതെന്താ, ഇത് ഭയങ്കര ഹാർഡാണ് അല്ലേ. ഇതിനകത്തൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ടോ, ഒന്നും ചേഞ്ചസ് വരുന്നില്ല. ഓക്കെ, ഉണ്ടോ? ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡാണ്. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ഹാർഡ്. ദെൻ എന്തെങ്കിലും ഒരു മെറ്റൽ സാധനങ്ങളൊക്കെ അതായത് നമുക്ക് ഇത് ഹാർഡാണ്. Then see, this is a rock piece. Piece of rock. ഇത് നമുക്ക് ഭയങ്കര ഹാർഡാണ്. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ടച്ച് ചെയ്ത് നോക്കണം, എന്നിട്ട് പറയണം ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്നുള്ളത് കേട്ടോ. പാരൻസിന് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഒരു റോക്ക് പീസ് ഒക്കെ പറഞ്ഞു അമ്മ ദിസ് ഈസ് ഹാർഡ് തിങ് അല്ലേ, ഹാർഡാണ്. ഓക്കെ, ദെൻ ഒരു മെറ്റൽ പീസ് എന്തെങ്കിലും എടുത്തിട്ട് പറഞ്ഞു അമ്മ ദിസ് ഈസ് ഹാർഡ്. ഓക്കെ, ആൻഡ് ദെൻ ദാറ്റ് ബ്ലോക്ക് ഇറ്റ് ഈസ് ഹാർഡ്. ഓക്കെ, so we learned about soft and hard. The next texture is smooth and rough. അല്ലേ, നമ്മൾ ചില ഡ്രസ്സിലൊക്കെ ഇങ്ങനെ തട്ടുന്നത് നല്ല സ്മൂത്ത് ഡ്രസ്സാണ് എന്ന് പറയും അല്ലേ. അതായത് ഈ സിൽക്കിലൊക്കെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ചില ഇതിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീൻസൊക്കെ അല്ലേ, നിങ്ങളുടെ പാരൻസൊക്കെ ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ ബോയ്സൊക്കെ ഇടുന്ന ജീൻസ്, ഡെനിം ജീൻസ്, അതിലൊക്കെ
റഫാണ് അല്ലേ? നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് പറയുമ്പോൾ റഫ്, നമ്മുടെ കയ്യിൽ ആ ഒരു ഫീൽ ചെയ്യും, റഫ് സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. സോ ദ അതർ ടു ടെക്സ്റ്റൈൽസ് ആർ സ്മൂത്ത് ആൻഡ് റഫ്. ഓക്കെ, സ്മൂത്തിന് ഒരു എക്സാമ്പിൾ പറയാം. ദിസ് ഇസ് സാറ്റിൻ ആണ്, സാറ്റിൻ റിബൺ. അതിങ്ങനെ കയ്യിലിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള, കയ്യിൽ എവിടെയും ഒരു സ്റ്റക്ക് ആവില്ല, നല്ല സ്മൂത്ത് ആയിട്ട് പോകും. സാറ്റിൻ സെയിം ആ സിൽക്കിലും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല സ്മൂത്ത് ആയിട്ട്. ഓക്കെ, സോഫ്റ്റ് അല്ല, സ്മൂത്ത്, നല്ല സ്മൂത്ത്നെസ് ആണ്. ദെൻ നെക്സ്റ്റ് സി മിറർ. മിറർ കണ്ടിട്ടില്ലേ നിങ്ങൾ? മിററിൻ്റെ ആ ഗ്ലാസ് നല്ല സ്മൂത്താണ്, നല്ല സ്മൂത്തായിട്ട് പോകും. ദെൻ നമ്മുടെ ബുക്സിൻ്റെയൊക്കെ പേജസ് ഉണ്ടാവും, സ്മൂത്ത്, നല്ല സ്മൂത്താണ്. ഓക്കെ, സോ these are the smooth items. The next, its opposite is smooth. Opposite ആയിട്ട് നമുക്ക് പറയുന്നത് എന്താ? റഫ്. കൈ നമുക്ക് തൊടാൻ പോകുന്നില്ല, റഫായിട്ട് ഫീൽ ചെയ്യും. സോ ദ എക്സാമ്പിൾ ഈസ്, സി ദിസ് ഇസ് എ പീസ് ഓഫ് സാൻഡ് പേപ്പർ. ഓക്കെ, പേപ്പർ, സാൻഡ് പേപ്പർ പല ഇതിലുണ്ട്. ഇതിൽ റഫായിട്ടുള്ള കിരിക്കിരാന്നുണ്ട്, കൈ നമുക്ക് ടച്ച് ചെയ്യാൻ തോന്നില്ല, അത്രമാത്രം കിരിക്കിരാ ഒരു ഫീലിംഗ് ആണ്. That is rough. This is an example of rough. Okay, you can touch and feel it. Okay, and this one, see, this is bark of tree. No, tree dekha a bark toli. അത് ഭയങ്കര റഫാണ്. ഇപ്പോൾ നമ്മൾ 4 ടെക്സ്റ്റൈൽസ് പഠിച്ചു. അത് നമ്മൾ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഐറ്റം ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ, ആ ഫീലാണ് നമ്മൾ ഈ 4 ടൈപ്സിൽ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. വൺ ഈസ് സോഫ്റ്റ് ആൻഡ് ഓപ്പോസിറ്റ് ഹാർഡ്. ദ നെക്സ്റ്റ് വൺ സ്മൂത്ത്, ഓപ്പോസിറ്റ് റഫ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഐറ്റം വീട്ടിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മോട് പറയണം. എങ്ങനെ നിങ്ങൾക്കത് സെൻസ് ചെയ്യുന്നത്? സ്മൂത്തായിട്ടാണോ തോന്നുന്നത്, റഫായിട്ടാണോ തോന്നുന്നത്, സോഫ്റ്റ് ആയിട്ടാണോ തോന്നുന്നത്, ഹാർഡായിട്ടാണോ തോന്നുന്നത്? നമ്മുടെ പില്ലോ ഒക്കെ നല്ല സോഫ്റ്റ് ആണ് അല്ലേ? അതല്ലേ നമ്മുടെ പില്ലോ ഇങ്ങനെ വെച്ചിട്ട് കിടക്കുന്നില്ല, അതിൻ്റെ ഉള്ളിൽ വെച്ച് കോട്ടൺ ഇതൊക്കെയായിരിക്കും. സോ ദീസ് ആർ ദ ടെക്സ്റ്റേഴ്സ്. ഓക്കെ, ആൻഡ് we learned about our all 5 sense organs. Okay, 5 sense and 5 sense organs. Okay, the first one is eye. We use our eyes to see. Okay, and the next ears. We use our ears to hear, and we use our nose to smell, and we use our tongue to taste, and the last one, hand or skin, help us to ഫീൽ അല്ലേ? നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫീൽ മനസ്സിലാക്കുന്നത്, റഫാണോ, ഹാർഡാണോ, സോഫ്റ്റ് ആണോ, സ്മൂത്ത് ആണോ, അങ്ങനെ എല്ലാ തരം ഇതും നമുക്ക് അറിയാൻ പറ്റും. ഈവൻ ഹോട്ട്, കോൾഡ് എല്ലാം നമുക്കറിയാം അല്ലേ? സോ ദീസ് ആർ 5 senses and the organs help us to these 5 senses. Okay, I hope you all enjoyed it, and bye, take care.